സോ ഹലോ ഗൈസും എല്ലാവർക്കും മറ്റൊരു മിനിമൽഷ്യ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഗെയിമിലോട്ട് കയറിയിട്ട് അറിയാം, നല്ല ഡിലേ എടുത്ത് 2 ആഴ്ചയോളം അല്ലെങ്കിൽ അതിലേറെ ആയിട്ടുണ്ടാവും. സോ നമ്മൾ വീണ്ടും അതാ വന്നേക്കുവാണ് മറ്റൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ട്. സോ അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിന് മുന്നേ എനിക്കൊന്ന് ഈ ഒരു ഗെയിമിൻ്റെ സൗണ്ട് എഫക്ട്സ് മ്യൂസിക് ഓഫ് ഇത് കുറയ്ക്കാൻ കഴിയില്ല അല്ലേ? ഇതിൽ സൗണ്ട് കുറച്ചായിരുന്നെങ്കിൽ ഇന്ന് ഒരിതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതുകൊണ്ട് യൂസ് ആകുമോ എനിക്കല്ല, കാരണം സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് എത്രത്തോളം അത് യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. സോ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് എടുത്തതിൻ്റെ ഇടയിൽ തന്നെ ഒരു കാര്യം കൂടി, കുറച്ച് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. സോ അതെന്താണെന്ന് ഉടനെ തന്നെ നിങ്ങൾ അറിയുന്നതായിരിക്കും. ചെറിയ മാറ്റങ്ങളുടെയൊക്കെ ഇന്നലെ രാത്രിയൊക്കെ നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് കിടന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. സോ അതൊന്നുമല്ല ഇപ്പോൾ ഒരു വിഷയം. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മാറ്റങ്ങൾ വരുത്താനുള്ളൊരു റീസൺ എന്താ വെച്ചാൽ, ഞാൻ മിനിമൽഷ്യ മാത്രമല്ല മറ്റ് ഗെയിമുകളും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. മെയിൻലി ഇങ്ങനത്തെ PvP ഗെയിംസ് ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ്. മറ്റത് കളിക്കത്തില്ല എന്നല്ല, നമുക്ക് നോക്കാം. ഏറ്റവും ഇഷ്യൂ വരുന്നത് എവിടെ വെച്ചാൽ, ഞാൻ ഈ ടൈം ഗ്യാപ്പ് എടുത്തപ്പോൾ ഇപ്പോൾ ഈ മിനിമൽഷ്യ ഞാൻ കളിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കളിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഈ ഒരു ഗ്യാപ്പ് എടുക്കുന്ന ഇതൊന്ന് മാറി നിൽക്കുന്ന എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു ഒരാളുടെ കളീനെ. കാരണം ആ കില്ലാവൻ കുമ്മിയല്ലേ. സോ കാരണം എന്താ വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഇത് തന്നെ അടി ശരിയാകത്തില്ല എൻ്റെ ഈ ഒരു കളിയിൽ. നോക്കിയപ്പോൾ എത്രത്തോളം ഞാൻ അടിയെടുക്കും, കില്ലെടുക്കും കുട്ടികൾ. 2 ആഴ്ചത്തോളം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് കയറുന്നത്. അതിൻ്റെ ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ സാധാരണ എനിക്ക് കളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു, കിട്ടി. സോ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂ വരുന്നുണ്ട്. ഗ്യാപ്പ് എടുക്കുമ്പോൾ ഗ്രൈൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് കളിക്കുന്ന മാച്ചെല്ലാം ഫ്ലോപ്പായി പോകുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ മറ്റ് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഫ്രീ ഫയർ കളിക്കും, കോഡ് കളിക്കും, BGMI കളിക്കും. എനിക്ക് ലോഞ്ചർ കിട്ടാതെയായിരുന്നു. കോഡ്, BGMI, ഫ്രീ ഫയർ എല്ലാം കളിക്കും. അതൊക്കെ കളിച്ചിട്ടും ഞാൻ കളിച്ചിട്ട് 1 ഇയർ ഏകദേശം ആയിട്ടുണ്ടാവും. എല്ലാം കളിച്ചിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിലൊരു ഒരു ടൈം ഗ്യാപ്പ് വന്നല്ലോ എനിക്ക്. ആ ഒരു ഇത് കാരണം ഞാൻ ഇപ്പം എൻ്റെ ഒരു വിരലുകൾക്കൊക്കെ ഒരു മസിൽ ഉണ്ടാവും. ഇപ്പം ഈ മിനിമൽഷ്യ കളിക്കുമ്പോൾ ഒരു മസിൽ മെമ്മറി ഉണ്ടല്ല. നമ്മുടെ ഫ്ലോനൊക്കെ കളിച്ച് പോകും, പക്ഷെ നമ്മുടെ ഈ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഫ്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആ ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ കളി. സോ ഞാൻ മാക്സിമം നോക്കുന്നത് എന്താ വെച്ചാൽ, എങ്ങനെയെങ്കിലും അതൊന്ന് തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നോക്കുന്നത്. ഞാൻ പറഞ്ഞാൽ കളിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക വിചാരിച്ച് ഞാൻ
BGMI കയറ്റി ഫ്രീ ഫയർ കയറ്റി കളിച്ച് നോക്കി. രണ്ടും നല്ല രീതിയിൽ പണി തരുന്നുണ്ട്. ഫ്രീ ഫയർ കളിച്ച് നോക്കി, ഒരു ഹെഡ് പോലും ഞാൻ ഇപ്പം എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല. ഒരു ഹെഡ് ഞാൻ ഇതിലിട്ട് അടിച്ചില്ല. ഞാൻ കയറ്റി കളിച്ചതിന് ശേഷം നല്ല രീതിയിൽ അത്യാവശ്യം കയറി ഗ്രൈൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് എനിക്കിപ്പോൾ ഒരു ഹെഡ് പോലും അടിക്കാൻ കഴിയുന്നില്ല. BGMIൻ്റെ കേസ് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. BGMI എനിക്ക് ഗയറുമായിട്ട് ഇപ്പം അങ്ങ് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകാൻ കഴിയുന്നില്ല. എൻ്റെ ഫീച്ചേഴ്സിന് ഗയറൊക്കെ വെച്ച് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും എങ്ങനെ അടിക്കേണ്ടതെന്നും ഒന്നും മനസ്സിലാകുന്നില്ല. സൂപ്പറായിട്ട് എനിക്ക് ലിറ്ററലി എൻ്റെ കയ്യിലിപ്പം ഒരു M4 ഒക്കെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ M4 വെച്ച് എനിക്കൊരു വേണം ഒരു എന്തോ പറയുക, ഒരാളെ അടിക്കാൻ പോവുക വിചാരിക്കുക. അപ്പോൾ ഞാൻ 1v1 അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. അപ്പം അങ്ങനെ കളിക്കുന്നൊരു കേസിൽ ഞാൻ ആദ്യം അവനെ അടിക്കുകയാണെങ്കിൽ അവന് മിക്കവാറും കൊള്ളുന്ന അവൻ്റെ ഹെഡായിരിക്കും. അധികം ആദ്യം കയറാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ അടിക്കുമ്പോൾ വന്നാൽ ഹെഡ് കയറുന്ന കുറേ കഴിഞ്ഞിട്ട് ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴേക്കും കയറിയിട്ട് കാര്യമില്ല ഒരു ടൈം. അപ്പം ഇങ്ങനെ ഞാൻ ഒരാളപ്പോൾ അടിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ അടിച്ചങ്ങ് എത്തുമ്പോൾ അവനെ ഹെഡായിരിക്കും മിക്ക ടൈമിനും കയറാറ് ആദ്യം തന്നെ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ അടിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇഷ്യൂ വരുന്നത് BGMIയിലൊക്കെ. അത് ഹെഡ് കയറുമ്പോഴത്തേക്ക് എൻ്റെ പുക അവന്മാരെടുക്കും. എൻ്റെ ജീവൻ അവന്മാരെടുക്കും ഞാൻ അത് കയറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും. സോ അങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എത്രത്തോളം സോ അതെത്രത്തോളം ഞാൻ ഇത്ര പറയാം. ഒരു ആവറേജ് കളികൾ ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. നാശം. സോ കണ്ടറിയാം നമ്മൾ അതെല്ലാം കൊണ്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ. ഞാനൊരു ഗ്യാപ്പ് എടുത്തതിൽ തന്നെ ഞാൻ ഫ്രീ ഫയറും BGMIയും ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്ലോപ്പാണ്. എന്താവും കഥ എന്നൊന്നും അറിയില്ല. ഈ ലോഞ്ചറൊക്കെ എൻ്റെ കയ്യിലിട്ട് നിങ്ങൾക്കറിയാലോ, സുഖമായിട്ട് എടുക്കുന്നതാണ്. $13 കില്ല എടുത്തത് ഇത്രയും നേരമായിട്ട്. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പറഞ്ഞില്ല, കളി വളരെ മോശമായിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു പിടിക്കണം. ഞാൻ പറഞ്ഞ കാര്യം കോഡ് BGMI ഫ്രീ ഫയർ ഇതിലേതെങ്കിലും ഞാൻ ഇനി ഇതിൽ കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ വരുന്ന വീഡിയോസിൽ കാണാം. കാരണം അത്രയും ഞാൻ പറഞ്ഞ ഇത് മല മറിക്കുന്നമാതിരി മറഞ്ഞ് കളിച്ചിട്ടൊന്നും BGMI എനിക്ക് അടിക്കാൻ കഴിയുന്നില്ല ഒരാളെ പോലും. എനിക്ക് കഴിയുമെങ്കിൽ ഞാനൊരു ഇനി വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ മിക്കവാറും ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബട്ട് അതൊന്നുമില്ല, നിങ്ങൾക്ക് ചാനലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. അത് നിങ്ങൾ ഉടനെ തന്നെ ഈ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അതെന്താണെന്ന് മനസ്സിലാവും. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി അങ്ങ് വലിയ ഗ്യാപ്പൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, വരാൻ ചാൻസ് കുറവാണ്. ഏകദേശം ഫ്രീ ആയിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇസ് മീ ഇനി പാപ്പൻ സൈനിങ് ഓഫ്. ബൈ.